സെനി നമ്മൾ പോകുന്നത് സെയ്ഫ് ഉൾപ്പെടെയുള്ള കായിക പ്രേമികൾക്ക് ആഘോഷിക്കാനുള്ള സമയത്തിലേക്കാണ്. നമ്മുടെ പ്രധാനപ്പെട്ട കായിക വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെയാണെന്ന് ചോദിക്കണ്ടേ? യെസ്, കായിക വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് മഹേഷ് പോലൂരാണ്. മഹേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മഹേഷ്, ഇന്നലെ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ മഹേഷിനെ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ മഹേഷ് തിരക്കിട്ട മറ്റു ചില റിപ്പോർട്ടിംഗ് ആയതിനാൽ ഇന്നലെ കിട്ടിയില്ല. പക്ഷെ ഇന്നേതായാലും മഹേഷിനെ കിട്ടിയപ്പോൾ നമുക്ക് കുറെ അധികം സന്തോഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. പ്രത്യേകിച്ചും ബലൻദോർ പുരസ്കാരം വന്നൊരു ദിവസം കൂടിയാണ്. നമ്മൾ ഈ ഒസ്മാൻ ഡംബലയെ കുറിച്ച് പറയുമ്പോൾ മഹേഷ്, ഈ പി എസ് ജിയിൽ ആരൊക്കെ വന്നു പോയിരുന്നു? ഒരു കാലത്ത് മെസ്സി ഉണ്ടായിരുന്നു, നെയ്മർ ഉണ്ടായിരുന്നു, എംബാപ്പെ കുറെ കാലം അതിനകത്തുണ്ടായിരുന്നു. ഈ മഹാരഥന്മാർക്കൊന്നും ആ ടീമിന് ഉണ്ടായിരുന്ന സമയത്ത് അതിനൊരു UCL നേടാനോ അല്ലെങ്കിൽ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കാനോ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ UCLിലേക്ക് എത്തിയപ്പോൾ അതിനകത്ത് വലിയ താരഭാരമൊന്നുമില്ല. പക്ഷെ ഒരു ഒസ്മാൻ ഡംബലെ അതിന്റെ മുന്നേറ്റ നിരലായിരുന്നു. അപ്പോൾ ആ ഡംബലയെ തേടി ഒരു ബാലൻദോർ എത്തുമ്പോൾ അത് ഒരു ഫ്രഞ്ച് മാഗസിനായ ഫ്രഞ്ചുകാരുടെ ഈ ഒരു ബാലൻദോറിന് എത്ര കണ്ട് ഇരട്ടി മധുരം നൽകുന്ന ഒന്നാണ് മഹേഷ്. സൈഫു പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം അർഹിച്ച അംഗീകാരം എന്നുള്ളത് ഒറ്റ വാക്കിൽ നമുക്ക് ഡെംബലയുടെ ഈ ഒരു പുരസ്കാരത്തിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം സൈഫു പറഞ്ഞതുപോലെ തന്നെയാണ് PSG സംബന്ധിച്ചിടത്തോളം ഈ തവണത്തെ ബാലൻഡിയോർ PSG തൂക്കി എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അത്ഭുതപ്പെടാറില്ല. കാരണം മികച്ച താരം എന്നുള്ള രീതിയിൽ, മികച്ച ക്ലബ് എന്നുള്ള രീതിയിൽ, മികച്ച പരിശീലകൻ എന്നുള്ള രീതിയിലൊക്കെ PSG തിളങ്ങി നിൽക്കുകയാണ്. അതിനിടയിലാണ് മറ്റൊരു PSG താരത്തിന് ബാലൻഡിയോർ പുരസ്കാരം എത്തുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കരിയർ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ അറിഞ്ഞുകൂടെ? ബാഴ്സലോണയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം, പരിക്ക്, നിരന്തരം പുറത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം, മികച്ച പ്രകടനം, ഇടയ്ക്കിടയ്ക്ക് വന്ന് അദ്ദേഹം ഒന്ന് മിന്നിപ്പോകുമെന്നാണ് നമ്മൾ കണ്ടത്. പക്ഷെ PSG എത്തിയപ്പോൾ നോക്കൂ, പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം 35 ഗോളുകളാണ് സൈഫു, 16 അസിസ്റ്റുകളാണ്. അപ്പോൾ ഈ ബാലൻഡിയോർ പുരസ്കാരത്തിന് അദ്ദേഹത്തെ പരിഗണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മൊത്തത്തിൽ പരിഗണിക്കുന്ന സമയത്ത് വ്യക്തിഗത പ്രകടനം നോക്കിയിട്ടുണ്ട്, ടീമിന്റെ പ്രകടനം നോക്കിയിട്ടുണ്ട്, ഒപ്പം കളിയിലെ ഫെയർ പ്ലേ നിർണായകം. ലൂയിസ് എൻറിക്കെ എന്ന കോച്ച് അവിടെ എത്തിയപ്പോഴാണ് അതിന്റെ മൊത്തത്തിലുള്ള രൂപം മാറിയത്. കാരണം വലിയ താരഭാരങ്ങളൊന്നുമില്ല. ഉസ്മാൻ ഡംബല അങ്ങനെ ഒരു വലിയ താരമല്ലല്ലോ, പക്ഷേ അദ്ദേഹത്തിന്റെ കളിമെടുക്ക് നമ്മൾ കണ്ടതാണ്. എന്തായാലും മഹേഷ്, നമുക്ക് ഇതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് തന്നെയാണ് മഹേഷ് വരുന്നതെന്ന് തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ വേറെയുണ്ടല്ലേ? തീർച്ചയായും നമുക്ക് സൈഫു അതിലേക്ക് എല്ലാം തിരികെ വരാം. ഒരു ഇടവേള കഴിഞ്ഞ് വളരെ പെട്ടെന്ന് സ്പോർട്സ് വാർത്തകളിലേക്ക് വരാം.